ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വലിയൊരു കായലിനാണ് കഴിയുന്നത്. അതായത് പറ്റുപാടമാണ്. ഇഷ്ടം പോലെ മീനുള്ളൊരു പാടമാണ് കേട്ടോ. അതായത് നമ്മുടെ 110ൻ്റെയും 80ൻ്റെയും വല വളച്ചിട്ട് പരിപാടി കേട്ടോ. കിട്ടാൻ പോകുന്നത് കൊമ്പനായിരിക്കും എന്ന് പ്രതീക്ഷിക്കും കേട്ടോ. അല്ല കൊമ്പനെ പിടിച്ച് ഇറങ്ങാം കേട്ടോ. എന്തായാലും വലിയ വലിയ മീനെ പ്രതീക്ഷിക്കും കേട്ടോ. വല വളച്ചിട്ട് ഞങ്ങൾ കണ്ടത്തിനടുക്ക് മുട്ടറ്റം വെള്ളവും ഉണ്ട്. വല വളച്ചിരിക്കുന്നത് കാണിക്കാൻ പറ്റില്ല. അറിയാൻ മതിയോ? മൊത്തം വല വളച്ചിട്ടിരിക്കും. കാണിച്ചു തന്ന് കാണാൻ പറ്റുന്നില്ല. മൊത്തം വളച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നല്ല കിടലൻ വീഡിയോ ആണ് വരാൻ പോകുന്നത്. കണ്ടു നോക്കാം. വല വളച്ച് തീർന്നു. അപ്പം തന്നെ മീൻ ഉടക്കിയിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ കാരണം ഇനിയാണ് അംഗം തുടങ്ങുന്നത്. ഈ കായ നോക്കടാ, ചുറ്റി കാണിച്ചോ. എന്നാ കാണുന്നത് അതെ ഒരു അവിടെ എനിക്ക് ജിനോ ഉണ്ടോ? ആ ജിനോ പറയുന്നത് വലിയ മീനുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പം വല ഇട്ട് തീരുന്ന പെട്ടെന്ന് മീൻ ഉടക്കിട്ടെന്ന് പറയുന്നത്. അടിച്ചനക്കിട്ട് പോയില്ല കേട്ടോ. അടിച്ചെടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം നടക്കണ്ട അതിനകത്ത് മീനുണ്ടെന്ന് പറയുന്നത്. അപ്പം ആ മീൻ അനക്കിയിട്ട് പോകണ്ടല്ലോ. വലിയ മീനാന്ന് പറഞ്ഞത്. കാരണം വലയെ കൂടുതൽ അറിയത്തില്ല. നമുക്ക് നോക്കാം, കിട്ടുമെന്ന് അറിയത്തില്ല അല്ലേ. ഭയങ്കര ഇപ്പം അനക്കണ്ട ഒരു ആകാംക്ഷ കേട്ടോ. അത് നോക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തും ചെയ്യാം കേട്ടോ. അത് പോയാൽ നമുക്ക് ഭാഗ്യത്തില്ലെന്ന് പറയാം. കാരണം ഇത്രയും വലിയ വല, അതായത് 6-7 കിലോ വല വളർത്തിരിക്കുകയാണ് ചുറ്റും കേട്ടോ. വലിയ കായൽ ചുറ്റും വളർത്തിരിക്കുകയാണ്. അതിനകത്ത് പരിപാടി കേട്ടോ. വെള്ളക്കുറവ്, മുട്ടനെ വെള്ളം കേട്ടോ. ശരിക്കും മീനുണ്ട്. ഒരു മട വീണ പാടമാണിത്. ആ വലിയ മീൻ പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഉടക്കി കിട്ടാൻ ഭയങ്കര പാടാ കേട്ടോ. അതാ ഒറ്റ നോക്കാം. ഇതിനകത്ത് മീനുണ്ട് കേട്ടോ. നോക്കാം. പണ്ടെണ്ണം കൊണ്ട് കളഞ്ഞേ വെള്ളം കൊണ്ടു ഇത് ഉടക്കിയത് ആണോ? കാണിക്കേ. ചെറുമീൻ കിട്ടിയ മക്കളെ. വലന്ന് ഞങ്ങൾ അടിച്ചെല്ലാം പോവും. വലയില ഉടക്കി കിടക്കുന്നത്. എന്നാലും പോകാതിരിക്കാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വച്ചാനേ വെള്ളം കൊണ്ട് വല്ല മണി എടുത്തട്ടെ. ഇതിൽ പയ്യങ്ങ് കുടിച്ചോണേ. പിന്നെ മണി വെക്കണ്ടേ? പണിയായിരിക്കും, അത് കുഴപ്പമില്ല. പണിയാനും കുഴപ്പമില്ല. മീൻ കിട്ടിയാണ് കേട്ടോ. എന്നാ ഉണ്ടോ ഇപ്പോൾ വല മാത്രമല്ലേ? വല മാത്രം പിടിച്ചല്ലോ. ഇനി ഉത്തരം അടിക്കുന്നില്ലേ? എന്താ ചാരലെന്തീല്ലേ? അതപ്പുറം പുറത്താ. മീനെടുത്ത വിലയെടുത്തോ കൈകളുണ്ട്. അത് തുണ മറ്റവരുണ്ടെന്നില്ലല്ലോ തുണയുള്ളത്. ഇറക്കി വരുന്നില്ല. ഇറക്കി വരുന്നില്ല. വേണ്ട വരുന്നില്ല. പറഞ്ഞു കൊടുക്കാതെ ലക്ഷണ. കൊമ്പനെ പിടിച്ചില്ല നമ്മള്. കൊമ്പനെ പിടിച്ച് മക്കളെ. ചേർമീൻ കൊമ്പനാന്നേ ഉള്ളൂ. ഉദ്ദേശമേ കിട്ടില്ല നമുക്ക്. ചാടിപ്പോയാൽ ഇന്ന് ചാടിപ്പോയാൽ എങ്ങനെ പോകാനാണത്? അതിന്റെ പരിപ്പള
ആണ്ടിൽ ആദ്യം കയറുന്ന ഈ ആണ്ടിൽ ആദ്യം കയറുന്ന ആദ്യം കയറുന്ന പാടത്തുനിന്നാലും കാര്യം നല്ലോണം കയറുന്നുണ്ട്. കാരണം പോകരുത് ഈ വര കയറി അറിയോ വര മൊത്തം കുരുക്കാണ്. ഇത് റെഡിയാക്കണം കേട്ടോ. ചെറുതുണ്ട് ഞങ്ങൾക്ക് തോളി കിട്ടിയിരിക്കുകയാണ്. ആഹാ എവിടെ ഇടുന്നത്? ആ വള്ളത്തിൻ്റെ അവിടെ ഉണ്ട്, തലക്കിട്ട്. അണ്ണാ പയ്യ വന്നു. സമരണ്ടേ ഞങ്ങൾ ഉച്ചക്കത്തെ കഴിപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നിൽക്കുക കേട്ടോ. ഞാനും ചോമനും നടന്ന് നീന്തി പോകുന്നു. അവർ വള്ളത്തിൽ സ്വീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറുമീൻ കിട്ടി, 3 റോഹു കേട്ടോ. അത് 3 മീനാണ് കേട്ടോ. ഇനി ഞങ്ങൾ പിടിക്കും കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടോ കേട്ടോ, സ്കിപ്പ് ചെയ്ത് കണ്ടോ. അല്ലേഷണ മോലാളി തകർക്കും ഇതോ. ആ അവിടെ ആൾ വരും, നമ്മളോട് പോവല്ലേ. ഉണ്ടോ നമ്മുടെ ലൈഫ് കാണിക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞു ഇത് വീഡിയോയ്ക്ക് കൂടി ചെയ്യുന്നൊരു മീൻപിടുത്തമല്ല കേട്ടോ. ഇവരോട് പ്രതീക്ഷയായിട്ട് ഇറങ്ങുന്നൊരു മീൻപിടുത്തം കേട്ടോ. വീട്ടുകാരോടൊക്കെ പറഞ്ഞ് വെച്ചിട്ടാ പോയത്. അവിടെ വീഴുന്നുണ്ടോ? ഇങ്ങനെയുള്ള വീഴ്ചയൊക്കെ ലൈവായിട്ട് കാണാൻ കണ്ടോ. മോൻ പറഞ്ഞോ മോനിറങ്ങാം, മോനിറങ്ങണ്ടോ, മോനിറങ്ങായിരുന്നു. പിന്നെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇറങ്ങുന്നുണ്ട്. ഇതിവിടെ വരമ്പ കേട്ടോ. വരമ്പത്തുനിന്ന് ഇതുണ്ടോ കാര്യമുണ്ടോ. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. പ്രേക്ഷകരെ നമുക്കിതേ മീനുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാകും കേട്ടോ. മീൻ പിടിക്കുന്നില്ലടാ, തകർക്കും, പൊളിക്കാൻ കേട്ടോ. ഇന്ന് മീൻ പിടിക്കും. അല്ല പിന്നെ തകർന്നു നിൽക്കുക തന്നെ 3 എണ്ണം പോയതാണോ അല്ലേ? നിറഞ്ഞതേ ഉള്ളു. വയറിറങ്ങാൻ നോക്കാം കേട്ടോ. ഇനി ഞാൻ പറയുന്നില്ല, ബിസി ഒരാൾ കൈയിട്ട് മീൻ പിടിക്കുക, ഒരാൾ ഒറ്റാൽ ഉടക്കോലെ മീൻ ഉടക്കി അത് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. രണ്ടാമത് വീശി വലയും ഉടക്കോലയും പിടിച്ചു പോയി. മൂന്നാണ് ഉടക്കോല ഉടക്കിയത് വീശി ഇട്ട് അത് ഒത്തിരിക്കുകയാണ്. ഇനി ഞങ്ങളതിലുള്ളൂ ഇതിൽ പോയാൽ ഗതിയാണ്. ചിലക്ക് പിടിച്ചു വെക്കാമെങ്കിൽ വര വഴങ്ങുന്നുണ്ട്. ഇടിക്കാണ്ട് തീർത്ത് വെക്കണ്ട അല്ലേ? തീർത്ത് വെക്കണ്ട. ഇനി ഇത് കളഞ്ഞ് കഴിഞ്ഞാൽ കയറി പോകുന്നുണ്ട്. കൈ തിരിയല്ലേ. മീൻ പിടിച്ചേ
നീ എല്ലാ മുത്താപ്പനെ ഞങ്ങളെ എത്തിച്ച് പോകാൻ നോക്കിയാണ് നീ ആ വീശുവരെ വിലക്കണം ഇറങ്ങി ഉണ്ട് കൈവല കയറ്റി ഇനിയും പരീക്ഷണത്തിനില്ല. നിന്നെ പ്രതീക്ഷിച്ച് ഞങ്ങൾ നിൽക്കുന്നു വീട്ടിലൊക്കെ. വീട്ടുകാർ എന്തൊക്കെ പാട്ട് പോയെന്നറിയാമോ? അയ്യോ കണ്ടാ എന്റെ മുത്തമണി വീശോ നോക്കുന്നത് പണി കേട്ടോ. അങ്ങനെ വിടാൻ പറ്റില്ല. അടുത്ത മീൻ ചെറുതൊന്നുമില്ല. മക്കളെ മോനെ അതൊക്കെ ചെറുതാണ് സമ്മതിക്കണല്ലോ. ഓ മറ്റേ വലിയ മരുന്നാണ് കിട്ടിയല്ലേ അതുകൊണ്ടായിരിക്കല്ലേ ഉച്ചം. ഡയലോഗ് ഓർട്ടെ. ആ മച്ചാമരപ്പൻ ഞങ്ങളിത് തകർത്തോണ്ടിരിക്കുകയാണ്. നമ്പർ 2 രണ്ടെണ്ണം പോയതിൽ മൂന്നെണ്ണം പോയി. മൂന്നെണ്ണം പോയപ്പോ രണ്ടെണ്ണം കിട്ടി. അങ്ങനെയാണ് കാട്ടി മുച്ചാന്മാർ നമ്മളെ അടുത്ത ദിവസം ഒന്ന് വരയിടുക കേട്ടോ ഇട്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്നലെ കുറേ മീൻ പറ്റിച്ച് പോയി. അപ്പോൾ നമ്മുടെ വീണ്ടും കാര്യമുണ്ടോ ചുറ്റും വല ഇട്ടിരിക്കുകയാണ്. അപ്പം കണ്ടോ ഇത് വല ഉണ്ടോ? ഒരു സുഹൃത്ത് വിളിക്കുന്നുണ്ടോ? ഉണ്ടോ? അതെ അച്ഛൻ വിളിക്കണം. എവിടെയാണോ എന്നെ അടിച്ചെന്നാണ് പറയുന്നത്? ആണോ? ആ തപ്പിക്കോ മച്ചാനെ വെള്ളം കൊണ്ടോ? ഞാനേ അതിന് പോയോ? അത് സംശയം ഇല്ലാതില്ല. വാള അങ്ങനെ പോകത്തില്ല ഉടക്കാതെ. സുഹൃത്തുക്കളെ വാ സുഹൃത്തെ. ആണാടെ അത് മുള്ളങ്ങനെയാണോ? മതി ഇതാണ് എന്നെ മീനെ നോക്കി. ആ പിന്നെ ഇത് മുഴുത്ത സാധനമാണ്. അയ്യോ വെള്ളി മൂങ്ങ വെള്ളി മൂങ്ങ വെള്ളി മൂങ്ങായേ വെള്ളി മൂങ്ങായേ. എടുത്തോ നമുക്ക് കറി വെക്കാലോ. വെള്ളം മട്ടം പോകുന്നതല്ലോ. ഒരു കുട്ടനാട്ടുകാരനോ ചോദിച്ചിട്ടുണ്ടോ? കാറ്റ് വല്ലൊന്നും ഇല്ല കേട്ടോ. ആ പേൻ എല്ലാ മീൻ അതിരിക്കാൻ നല്ല ഭംഗിയല്ലേ കാണാനല്ലേ? എന്നൊക്കെ വളർത്തണം നല്ല രസമായിരിക്കണം. ഓ പിന്നെ ടേസ്റ്റുള്ള സാധനമാണെന്നറിയോ? ആ പിന്നെ നമ്മുടെ റോഹു എന്തിയാണ്ടോ അതല്ലേ തപ്പം നമ്മൾ. എന്നാൽ മീൻ എടുക്കുന്നില്ല കേട്ടോ. ഇല്ലാണ ചത്തു എടുത്തിട്ട് ഞാൻ നമ്മുടെ ഉടനെ പോകത്തില്ല. അതുകൊണ്ടോ എന്നാൽ കിടന്നോട്ടെ. ഓക്കെ കൂട്ടുകാരെ എൻ്റെ അടുത്ത വാള കേട്ടോ. ആ സുഹൃത്തുക്കളെ എന്തി പൊക്കി എന്തി ജിനമല്ല പറഞ്ഞപ്പോൾ വാള ഉണ്ടാവുമല്ലോ. അത് പോയോ അത്? ആഹാ ഇത് വാഴയുടെ വാർപ്പല്ലാണത്. ഓ എടുക്കട് അതിനെ കളയാൻ വേണ്ടിയിരിക്കണേ. മടിയിലെടുത്ത് താലോലിച്ച് പിന്നാരിച്ച് അത് എടുക്കണ്ട അതിനെ. ജോമോനെ കരക്കണം മീനാ കേട്ടോ.
എനക്കൊള്ളായി. ജോമുള്ള മീനായി. നമുക്കുള്ളത് പിടിക്കണം. നമുക്ക് പിടിക്കണം ഇനി. സുഹൃത്തുക്കളെ അങ്ങനെ പോകാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പം മച്ചന്മാരണ്ട ഞങ്ങൾ വീശിയിട്ടുണ്ട്. ഉടക്കോലല്ല കേട്ടോ. കയ്യിലുണ്ടോ? പിടിച്ച അത് ചിത്താണ് ചെറുത്. ആയിട്ട സാധനമുണ്ടോ? ഉടക്കോലല്ലുള്ളത്. വീശുവലിക്കത്താ ഉണ്ടോ? ഉടക്കോലൊന്നും പോയി ആയിട്ട് സാധനം അങ്ങനെ സൂപ്പർ സൂപ്പർ സൂപ്പർ. താടി പോയല്ലേ? താടി കിട്ടിയില്ലേ? താടി കിട്ടി ഒരാടെ അടപ്പ് പോയി കേട്ടോ. കിടന്ന് പോകുന്നുണ്ട്. ഇത്രയും കൈ കളയരുത്. വിടൽ വല പൊട്ടും. ഓക്കെ അടുത്തൊരു മീൻ കണ്ടുണ്ടേ. ഉണ്ടോ? മതി ഒരു എൻ്റെ വെള്ളത്തിൽ കളയരുത്. അത് തന്നെയാണോ? അതായിക്കോണല്ലോ. അതായിരിക്കും നീ. ആ വെച്ച് എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു. മീൻ കിട്ടിയാൽ മതി. ഒക്കെ എടുക്കൂ. അങ്ങോട്ട് അങ്ങനെ എടുക്കട്ടെ. ആ ഇത് എടുക്കാൻ വേണ്ട. വര ഉടക്കം വീശൽ ഉടക്കുന്നു. വീശൽ ഉടക്കുന്നത് കമ്പ് കണ്ടത് മാഞ്ഞാൽ ഉടക്കുന്നത്. അത് തന്നെ കിട്ടിയ മീൻ ഉണ്ടോ? എൻ്റെ കലക്ഷൻ്റെ അടി പോകണം. കളയത് തന്നെ. നമ്മളെ പറ്റിച്ച് പോയി. കുറേ മീൻ നമ്മളെ പറ്റിച്ച് പോയി. എങ്ങനെയെങ്കിലും കൊടുത്തിരിക്കണം. ഇത് അരേറ്റ വെള്ളം ഞാൻ വീഡിയോ എടുക്കുകയാണ്. നോക്കുന്നില്ല കേട്ടോ. പോരട്ടെ. ആയോ? ഈ തല അങ്ങോട്ട് വരും. എൻ്റെ ബലം നിമിഷം പോകാൻ സാധ്യത ഉണ്ടെന്നുണ്ടോ? പിന്നെ നിങ്ങളെ വിളിക്കുന്നത് ഞാൻ വിളിച്ച പോലെ എൻ്റെ ഇതാണ് എന്നാണ്ട് ഞങ്ങളാണ്. നമുക്കൊന്നും കിട്ടിയൊന്നുമില്ല. ഞങ്ങൾ വീഡിയോ എടുക്കേണ്ടി വന്നല്ലേ. അമ്മച്ചവരെ നമ്മളതെ 2 ദിവസം ഇറങ്ങിയിട്ട് ആദ്യത്തെ ദിവസം ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു എത്ര മീൻ വേണം? 6-7 മീൻ പോയല്ലേ. പോയി 2 മീനെ കിട്ടിയുള്ളൂ. ഒരു ചെറുതിനെ കിട്ടിയുള്ളൂ. അത് കണ്ടല്ലോ മേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ മീനെ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ തലേദിവസം എടുത്തത്. ഈ വ്യത്യാസം വന്നിട്ടുണ്ടോ? റൂഹ് ഉണ്ടോ? റൂഹ് ഒന്ന് ഇത് കണ്ടത് കണ്ട മച്ചന്മാരെ കണ്ടോ? തൂളി വാള തുളി പറ്റില്ല. മുള്ളങ്കണ്ണിയും വാളയും കണ്ടോ? വേറൊരു കൊമ്പൻ അടിച്ചേ. ആ കൊമ്പനാണെങ്കിൽ ജീവൻ ഉണ്ട്. ചാടത്തില്ലല്ലോ. ചത്തോന്ന് സംശയമുണ്ട്. ജീവനുണ്ട്. ചാടി പോയി. പിന്നെ എന്ത് കാണിച്ചോളൂ. ഇവനെ പിടിക്കുന്ന വീട് എടുക്കാൻ പറ്റില്ല. അത് ഈ വീടൊക്കെ സലേഷന് വയ്യാഞ്ഞിട്ട് കയറി പോയോണ്ട് ആ കിട്ടിയില്ല കേട്ടോ. അല്ലേ? 3 കിടന്ന് പിടിച്ചിട്ടാണ് കിട്ടിയത് കേട്ടോ. ഇത് പോയി എന്ന് പറഞ്ഞത് ഇതുണ്ടോ? എത്ര കിലോ ഉണ്ടത്? കൈ നിൽക്കുന്നില്ല കേട്ടോ. 7 കിലോ. 7 പൊളി ഐറ്റം കണ്ടത്. നേരെ പിടിച്ചു കേട്ടോ. അടിപൊളി. അപ്പം ഞങ്ങളുടെ വീഡിയോ ഈ സാധനമൊന്നുമല്ല കേട്ടോ. ഇതിലല്ല പോയതൊക്കെ ഞങ്ങളുടെ വീശുവില ഞങ്ങൾ ഉടക്കിയ മീനെ ഞങ്ങൾ വീശുകൊണ്ട് വീശി വലിയ വരെയാണോ വീശിയിട്ട് അതിൻ്റെ പുറത്ത് ഒറ്റാലൊറ്റിയാണ് ഞങ്ങൾ മീൻ. ആദ്യം ഞങ്ങൾ വീശിയിട്ട് ഞങ്ങൾ 3 കവുന്ന് കിടന്നു. ആ മീൻ ഇതിന് ഡബിൾ എടുക്കണം. വീട്ടിൽ ഇവിടെ കണ്ട പോലെ പൊളിച്ച് വീശുവിലെ എല്ലാം പോയി. വീശുവിലേക്ക് ഇങ്ങനെ ഒട്ടപ്പാട് കയറിപ്പോയി. പിന്നെ മീൻ അറിയാമല്ലോ. അപ്പോൾ അതാണ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട മാത്രമല്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇതിന് നല്ല കിട്ടാൻ വേണ്ടി തരാൻ കേട്ടോ. ഈ കായലുണ്ടോ?